ഓവറോൾ നല്ല പടമാണ്. അല്ലു അർജുനാണ് ഈ പ്രാവശ്യം ഒരു പടിക്ക് മേളിൽ നിന്നത്. പുള്ളിക്ക് നാഷണൽ അവാർഡ് കിട്ടിയതിന്റെ എല്ലാ പെർഫോമൻസും പുള്ളി ഈ പ്രാവശ്യം കാണിച്ചു. പുള്ളി നല്ലപോലെ KGF കണ്ടിട്ടുണ്ടെന്ന് തോന്നി. ഫസ്റ്റ് ആൻഡ് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് തോന്നിയത്. എത്ര ചന്ദനങ്ങൾ പുള്ളി വെട്ടി മാറ്റിയെന്നറിയുമോ? ഓവറോൾ നല്ല പടമാണ്. ഫാസിൽ ഗംഭീര പെർഫോമൻസ് ആണ്. അല്ലു അർജുനാണ് ഈ പ്രാവശ്യം ഒരു പടിക്ക് മേളിൽ നിന്നത്. പുള്ളിക്ക് നാഷണൽ അവാർഡ് കിട്ടിയതിന്റെ എല്ലാ പെർഫോമൻസും പുള്ളി ഈ പ്രാവശ്യം കാണിച്ചു. ഒരു പടിക്ക് മേളിൽ പുള്ളിയാണ്. പുള്ളി നല്ലപോലെ KGF കണ്ടിട്ടുണ്ടെന്ന് തോന്നി പടം കണ്ടപ്പം. പടത്തിൻ്റെ മുക്കാല് വരെ എന്നുവെച്ചാൽ ഫഹദ് എൻ്റെ ഒരു പോർഷൻ തീരുന്നവരെ ഭയങ്കര മാരകമായിരുന്നു. അടിപൊളി സ്ക്രീൻ പ്രസൻസ് ആണ്. ഈ സിനിമ ഭയങ്കര രീതിയിൽ കൊണ്ടുകയറും. ക്ലൈമാക്സ് മാത്രം ഇച്ചിരി വിഷയമായിട്ട് തോന്നി. എന്തായിരുന്നാലും തിയേറ്റർ വാച്ചബിളാണ്. ആരും തിയേറ്ററിൽ മിസ്സാക്കല്. അത്രയ്ക്ക് സൂപ്പറാണ്. തിയേറ്ററിൽ മുക്കാൽ വരെ. ക്ലൈമാക്സിൽ മാത്രം കുറച്ച് പോർഷൻസിൽ പ്രോബ്ലം ഉണ്ടെങ്കിലും അടിപൊളിയാണ്. നല്ല പടം. ഫസ്റ്റ് പാർട്ടും നല്ലതാണ്, പക്ഷേ സെക്കൻഡ് പാർട്ട് ഒന്നും കൂടി നന്നായിട്ടുണ്ട്. 3.5 hours ബോറടിക്കാണ്ട് കാണാൻ പറ്റി. നല്ല പടമാണ്. എന്താണ് ഒരു KGF ഫീൽ തന്നെ കിട്ടി. നല്ല ആ ഒരു ഇത് തന്നെ വന്നു. അതിൻ്റെ തേർഡ് പാർട്ട് ഇറങ്ങുന്നുണ്ട്. അപ്പോൾ അതിനൊരു ആ സ്വീക്കൽ ഇത് വന്നിട്ടുണ്ട്. അതിൻ്റെ പടം ഒരു രക്ഷയില്ല. സത്യം പറഞ്ഞാൽ ഞാൻ പടം ബുക്ക് ചെയ്തിട്ട് ഒരാഴ്ചയായി. ഈ ഒരാഴ്ച ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി പുഷ്പ 2 വേണ്ടിയിട്ട് കട്ട വെയിറ്റിംഗ് ആയിരുന്നു. ബിക്കോസ് 4 മണിക്ക് ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ ഈ 4 തിയേറ്ററിൽ, വനിതാ തിയേറ്ററിൽ ഈ 4 തിയേറ്ററും ഫുൾ ആവണമെന്നുണ്ടെങ്കിൽ ആളുടെ പവർ എന്തായിരിക്കും? ആ അല്ലു അർജുൻ്റെ പവർ. ഇത് സത്യം പറഞ്ഞാൽ ഇത് പറയുമ്പോൾ തന്നെ നമുക്കൊരു പ്രത്യേക ഒരു എനർജിയാണ്. ഇത് നോണ പറയണല്ല, സത്യം പറയണതാണ്. അത് ഈ സിനിമ കണ്ടവർക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. ഫഹദ് ഫാസിൽ ഒരു രക്ഷയില്ല. ആളുടെ ഇൻട്രോ തന്നെ നമ്മൾ വിചാരിക്കുന്നില്ല. ഒരു സാധാരണ തൊഴിലാളിയായിട്ടാണ് വരുന്നത്. ഒരു പോലീസ് ഓഫീസർ ഒരു തൊഴിലാളിയായിട്ട് വരുമ്പോൾ നമ്മൾ ഒരിക്കലും അത് വിചാരിക്കുന്നില്ല ആൾ ഇങ്ങനെ വരും എന്നുള്ളത്. ഔട്ട്സ്റ്റാൻഡിംഗ് ആണ്. ബിക്കോസ് സത്യം പറഞ്ഞാൽ ഈ ഒരു ഫിലിം കാണുമ്പോൾ നമുക്ക് പ്രത്യേക ഒരു എനർജി തന്നെയാണ്. അത് എന്താണെന്ന് എനിക്കറിയില്ല. അത് എന്താണെന്ന് എനിക്കൊരു പിടിയും കിട്ടില്ല. ഞാൻ ഇങ്ങനെ ഒരു ഫിലിം കണ്ടിട്ട് ഇത്രയും ഒരു എനർജി എനിക്ക് കിട്ടിയിട്ടില്ല. എല്ലാവർക്കും മനസ്സിലാവും. ഇതുകൊണ്ട് എത്ര ചന്ദനങ്ങൾ പുള്ളി വെട്ടി മാറ്റിയെന്നറിയുമോ? അതുപോലെ പുള്ളി കോടീശ്വരനായി. നമ്മുടെ പുഷ്പരാജ് കോടീശ്വരനായത് ഈ ഒരു മഴു കൊണ്ടാണ്. ഈ ഒരു മഴു രക്തചന്ദനം വെട്ടിയ ഈ ഒരു മഴു ഇതാണിത്. നല്ല പടമാണ്. ആക്ഷൻസ് നമ്മൾ പ്രതീക്ഷിച്ച പോലെ നല്ല ആക്ഷനൊക്കെയാണ്. ഫഹദിൻ്റെ റോള് സൂപ്പറാണ്. ഫഹദ് കുറേ നേരത്തേക്ക് ഉണ്ട്. സിനിമയുടെ കുറേ നേരമുണ്ട്. പിന്നെ പാർട്ട് 3 ഉണ്ട്. സ്റ്റോറി കുറച്ച് ലാഗായി പോയി കുറേ, പക്ഷേ കൊള്ളാം. ആക്ഷൻസ് കൊള്ളാം. അത് വേറെ പ്രതീക്ഷയൊന്നും വേണ്ട. ഫസ്റ്റിനെ കമ്പാരിറ്റീവ് ചെയ്യുമ്പോൾ കുറച്ച് ഡിസാറ്റിസ്ഫാക്ഷനാണ്. ഫസ്റ്റാണ് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് തോന്നിയത്. ബട്ട് തേർഡ് പാർട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത് അത്രേ ഉള്ളൂ. ബ്ലോക്ക് ബസ്റ്റർ ആകുമെന്ന് അറിയില്ല, പക്ഷേ ഹിറ്റ് ആകുമായിരിക്കും. ഡെഫിനറ്റ്ലി കളക്ഷൻ എന്തായാലും കിട്ടും, അത് ഉറപ്പാണ്. ഇഷ്ടപ്പെട്ടു. കുറച്ച് ബെറ്റർ ആയിട്ടുണ്ട്. അടിപൊളിയായിരുന്നു. വർക്കായി അടിപൊളിയായിരുന്നു. കൊള്ളാം, കുഴപ്പമില്ല. ഒരു ആവറേജ് ലെവലിൽ ഇഷ്ടം. കിടില മൂവി ആയിരുന്നു. കിടില ആക്ഷൻ, അതുപോലെ അല്ലു അർജുൻ്റെ സ്വാഗ്. പിന്നെ സുകുമാർ മൂവി എങ്ങനെയാണ് അവസാനിപ്പിക്കുക, ആ രീതിയിലാണ് അവസാനിച്ചിട്ടുള്ളത്. അത് ആളുകൾ എങ്ങനെ എടുക്കുന്നുള്ളത് കണ്ടു കാണാം.